അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, പന്തെറിഞ്ഞ പോലെ പോയ അതേ സ്പീഡിൽ തന്നെ നീ തിരിച്ചു വരുമെന്ന്. വന്നാട്ടെ വന്നാട്ടെ. ഈ ശിവേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം കഴിയാൻ എന്റെ പപ്പിക്കുട്ടിക്ക് പറ്റുമോ? മതി മതി, അല്ലേലും ഈ നാവാണല്ലോ ആയുധം. ആട്ടെ, വല്ലതും കഴിച്ചോ? എവിടുന്ന്? സ്വന്തമായിട്ടൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. വരണ്ടാന്ന് വെച്ചതാ, പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല. അതെനിക്കറിയാമല്ലോ. കുറ്റപ്പെടുത്താനും വഴക്കിടാനും ഈ ഞാൻ അടുത്തില്ലെങ്കിൽ നിനക്ക് ഭയങ്കര ബോറടിയല്ലേ? പിന്നെ ആ ലോൺ എമൗണ്ടിന്റെ കാര്യമല്ലേ, അത് നീ പേടിക്കണ്ട. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കി അത് ഞാൻ അടച്ചിരിക്കും. പോരെ? ചായ കുടിച്ചേ. ചൂടുള്ള ചായ കുടിക്കുന്നതിന് മുമ്പ് ചൂടുള്ള ഒരു ചുംബനം തരൂ. കുറച്ചു ദിവസം ആയില്ലേ? വേണ്ട വേണ്ട. ഒരെണ്ണം താ, ഒരെണ്ണം താ, ഒരെണ്ണം താ, ഒരെണ്ണം താ. ഞങ്ങൾക്കടെ നീ എങ്ങനെ വന്ന്? ഭാര്യയില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കൂട്ടെടുത്ത് ഇതിനായിരുന്നു സാറേ. പല്ല് പോലും തേക്കാതെ പിന്നെ മാനം പോയേനെ. ഞാനാ ടൈപ്പൊന്നും അല്ല. എടാ, ഞാനൊരു ദിവാസ്വപ്നം കണ്ടതാ. ദിവ്യ സ്വപ്നം കണ്ടാൻ എന്നെ പിടിച്ചു ഉമ്മാവും ചെല്ലത്തിനാ. ഉള്ള ചാരായോ എല്ലാം കൂടെ വലിച്ചു കയറ്റി. അയ്യേ, കാലത്തെ കണ്ട സ്വപ്നം ഭരിക്കുന്ന ഇതവളാ എന്റെ പപ്പിക്കുട്ടി. കുപ്പിക്കുട്ടി പപ്പിക്കുട്ടിയുടെ ബെല്ലെന്ന വല്ല പ്രത്യേകതയാണ്. വല്ല മസാലപ്പൊടിയും വിൽക്കാൻ വന്ന കുടുംബശ്രീക്കാരെ മറ്റോ ആയിരിക്കും. പപ്പി നിങ്ങൾ വന്നങ്ങ് ചേർത്തിട്ട് പോയി. രാത്രിയിൽ എവള് കിടന്ന് ഉറക്കപ്പിച്ച് പറയാന്നേ, എന്റെ അടിയിൽ ആളില്ല, എന്റെ അടിയിൽ ആളില്ലാന്ന്. മനുഷ്യന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നേ. മലേഷ്യക്ക് പറക്കാനുള്ള ടിക്കറ്റ് എന്നാണാവോ കിട്ടിയ? മുകുന്ദനെ പോയി കണ്ടു. ഇവിടെ ചോദിക്കാനാ പറഞ്ഞതേ. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തുവാ? എല്ലാം പോയി. പോയോ? അല്ല, ഈ പോയി എന്ന് പറഞ്ഞതേ എന്റെ ഭാര്യ പിണങ്ങിപ്പോയി. അക്കാര്യം പറഞ്ഞതാ, അറിഞ്ഞില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞു. ചട്ടി കലമൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയും നോക്കിയിരിക്കും അല്ലേ? അയ്യോ, അതിന് ഇവിടത്തെ അടുക്കളയിൽ മുഴുവൻ സ്റ്റീൽ പാത്രങ്ങളാ അല്ല സാറേ. ആ, നിങ്ങളെ ഞാൻ നേരിട്ട് കാണാനിരിക്കുകയായിരുന്നു. ഇന്നലെ കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. മിക്കവാറും ഒരു മാസത്തിനകം മലേഷ്യൻ ട്രിപ്പിന്റെ കാര്യം അറിയാൻ പറ്റും. അയ്യോ, നിനക്ക് സമാധാനമായല്ല. നോക്കണം, എന്നാലും ഇവളെ എനിക്ക് കിടക്കപ്പൊരു തരൂല്ലേ. ആശ്വാസമായി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് അറിയിക്കോട്ടെ. പിന്നെ വെറുതെ ഇരിക്കുമ്പോ മലേഷ്യൻ ഭാഷ കൂടി പഠിച്ചോ. അവിടെ ചെല്ലുമ്പോ പർച്ചേസിനൊക്കെ ഉപകരിക്കും. അതെങ്ങനെ? മലയാളം മലയി പുസ്തകം കിട്ടും. സന്തോഷമായല്ലോ. സന്തോഷമായി, നമുക്ക് ഇറങ്ങാം. നല്ല ചേർച്ച അല്ലേ? ചക്കയും ചക്കക്കുരും പോലെ ഇരിക്കുന്നു അല്ലേ സാറേ? പിന്നൊരു കാര്യം, എല്ലാം വിളിച്ചു പോയി നാട്ടുകാരെ കൂടെ അറിയിപ്പിക്കരുത്. പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. ഇത് ഇവളെവിടെ പോയി? പാവം, അവിടെ അവനൊന്നും കഴിച്ചു കാണൂല. പഠിക്കട്ടെ, എന്നാലും നന്നാവുള്ളൂ. എന്ത് തെറ്റെയ്താലും പോട്ടേന്ന് കരുതി ക്ഷമിച്ചതാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. മരുമോന് ചൂതാട്ടവും വെള്ളോടിയൊന്നും ഇല്ലെന്ന് അഭിമാനിച്ചവനാ ഞാൻ. പക്ഷെ ചെന്നുപെട്ടതോ അതിലും വലിയ ലഹരിയിൽ. പിച്ചാണ്ടൽ ഇപ്പൊ പാർട്ണർഷിപ്പിലായോടാ? പിന്നെ ഇവനെന്റെ അളിയനാ, വിടുക്കനാ. ഞാൻ പോകല്ലേ, നാട്ടിൽ പോവാ. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അതുവരെ ലൈനൊന്ന് പരിചയപ്പെടുത്താനാ. ഒന്നുമില്ല, പോയേ പോ. രാവിലെ തന്നെ വന്നോളൂ. പണക്കാർക്കിടയിലും പിച്ചക്കാരുണ്ട്. ഒരു നശിച്ച ദിവസമാണോ നീ ജനിച്ചത്? മൂന്നച്ചന്മാരുടെ കുർബാന. ആദ്യം വന്നത് കൊച്ചച്ഛൻ, പിന്നെ വന്നത് വല്യച്ഛൻ, ലാസ്റ്റ് വന്നത് ഏതച്ഛൻ. എവിടേക്കാ? പിച്ചക്കാരുടെ വേഷത്തിൽ കോളനിയിൽ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലാ സാറേ. ജന്മം കൊണ്ട് ഞങ്ങൾ പിച്ചക്കാരനാണെങ്കിലും ക്യാരക്ടറിൽ ഞങ്ങൾ ഡീസന്റാ. അത് ഈ കോളനിക്കാർക്ക് മൊത്തം അറിയാം. രക്ഷപ്പെട്ടു. ഇതാണ് ഇടിവണ്ടി ഏരിയ. കൈ കിട്ടിയ കൂമ്പെടുത്ത അടക്കം. വാഴടയല്ല നമ്മളാ. ജാമ്യം ജാഫർ.
എടാ പിച്ചക്കാരൻ തെണ്ടി നീ ഇവിടെ നിന്നാ ശരിയാവിയല്ല ഇവിടം വരെ വന്നിട്ട് അവൻ അങ്ങോട്ട് പോയി. ചിലപ്പോ അവൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. വാ. എന്നോടാ പട്ടിയുടെ കളി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. എന്റെ ബലമായ സംശയം ആക്രമണത്തിന്റെ രീതി കണ്ടിട്ടത് ജർമ്മൻ ഷിപ്പാണ്. അതുറപ്പാ. ഇതാ ബുക്കും പേപ്പറും. കോളനിയിൽ ഒരു ജപ്തി നാടകത്തിന് വേദി ഒരുക്കണ്ടെന്ന് കരുതിയ ഇവിടെ രഹസ്യമായി കാണാമെന്ന് പറഞ്ഞത്. കൊണ്ടുപോയിക്കുള്ളൂ. അപ്പോ എല്ലാം പറഞ്ഞോളെ. ഓക്കെ. പോട്ടെ. അത് വന്നു കയറിയ പിന്നെ ഐശ്വര്യക്കേടെ ഉണ്ടായിട്ടുള്ളൂ. സത്യമായിട്ടും ആ MLM നിനക്ക് സമ്മാനമായിട്ട് തന്നാണെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഫുൾ ലോൺ ആണെന്ന്. അടവും മെയിൻ്റെനൻസും ഒക്കെ ആവുമ്പോ മാസത്തിൽ നല്ലൊരു സംഖ്യയാവും. എങ്ങനെയെങ്കിലും പപ്പിയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചെടുത്ത് ലോൺ അടച്ചു തീർക്കണം. അപ്പൊ ലോൺ അടച്ച് പിണക്കം തീർക്കാനാണോ നിന്റെ പ്ലാൻ? അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാൻ പോകുന്നില്ല. എടാ ഇതൊക്കെ ഒരു യുക്തിയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഉദാഹരണത്തിന് എന്റെ ഭാര്യ എന്ന് ബോധം കെട്ട് വീണു. ഞാൻ എന്താ ചെയ്തത്? അവൾ ഉണർന്നതും സാമ്പത്തിക പരാധീനത കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്നൊരു ഭീഷണി. അവൾ ശരിക്കും പേടിച്ചു. പിന്നെ പിണക്കവുമില്ല, പരാതിയില്ല. എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചൊരു ഉമ്മ തന്നു. അതോടെ ഞാൻ കൂളായി. അങ്ങനെ ഓസിനൊരു ഉമ്മ കിട്ടിയാൽ ഞാനും കൂളാവും. പക്ഷെ അതിന് നിന്റെ ഭാര്യ സമ്മതിക്കണം. സോറി, എന്റെ ഭാര്യ ടെൻഷൻ കാരണം മാറിപ്പോയതാ. നിന്റെ ഭാര്യയെ പോലെ അല്ല എന്റെ പപ്പി. അഗ്നിയാണ്, അഗ്നി. തൊടണ്ട, നോക്കിയാ തന്നെ പൊള്ളും. അതൊക്കെ നിന്റെ തോന്നല. ബേസിക്കലി ഭാര്യമാരെന്ന് പറഞ്ഞ വർഗം വെറും പാവങ്ങളാ. 24 മണിക്കൂർ നമ്മളെ പറ്റി മാത്രമേ അതുങ്ങൾക്ക് ചിന്തയുള്ളൂ. നമ്മളാ കള്ളന്മാര്. അത് നീ പറഞ്ഞ നേരാ. ഒന്നും വേണ്ട, നീ നേരെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് കാലിലൊന്ന് വീണു നോക്കിയേ. ആ നിമിഷം പുഷ്പം പോലെ അവൾ നിന്നോടൊപ്പം ഇറങ്ങി വരും. ഈ പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് വെണ്ണ പോലെയാ, പെട്ടെന്ന് ഉരുകും. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ വിശേഷ ദിവസമല്ലേ? അതെങ്ങനെ? ശനിയാഴ്ച. ശനിയാഴ്ച. എന്റെ ശനി ഭഗവാനെ, ഇന്നെങ്കിലും എന്നെ കൈവടിയരുതേ. ഭാഗ്യം, എല്ലാരും ഉറക്കമായി. അച്ഛനും അമ്മയും ഇവരുടെ മുമ്പിൽ താഴണ്ട. ഞാനും പപ്പിയായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ സ്വകാര്യമായിട്ട് തീർത്തോളാം. ഇതിപ്പോൾ എവിടെ പോയി? ഞാൻ സമ്മാനിച്ച് നൈറ്റിട്ടുണ്ട് നിൽക്കുക. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. ഐഡിയ. എന്തൊരു ശക്തി! മാപ്പ് തരാ, ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. ഞാൻ ക്ഷമിച്ചാ മതിയോ? ആള് മാറിപ്പോയതാ. എന്താ ഇവിടെ? അത് പിന്നെ എന്താടി ഉണ്ടായത്? ഞാൻ മോളിൽ നിന്ന് അച്ചാറ് ഭരണി എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ദേ ഈ സാറ് പുറകേന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അങ്ങ് പേടിച്ചു പോയി. സാറാന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാ. ഓടിയാത്ത്. സോറി കേട്ടോ. ഇന്നത്തെ കാലത്ത് വേലക്കാരിയും വീട്ടമ്മയും തിരിച്ചറിയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഇവർക്ക് കള്ളിമുണ്ടായിരുന്നു വേഷം. ഇപ്പൊ നൈറ്റ് ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കല്ലയോ. വാച്ച് കടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. അവള് ജോലിക്ക് വെക്കണമെന്ന് പറഞ്ഞ് അന്നേ നിങ്ങൾ എന്റെ പുറകെ കൂടിയതാ. ഇതായിരുന്നു ഉദ്ദേശം. ഇപ്പോഴാ മനസ്സിലായത്. അയ്യോ, അങ്ങനെ പറയരുത്. സത്യമായിട്ട് ഞാൻ പപ്പിയെ കാണാൻ വന്നതാ. പപ്പിയെ കാണാൻ നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അമ്മേ, പപ്പിയെ കാണാനായിരുന്നെങ്കിൽ അന്തസ്സോടെ മുൻവശത്തോടെ കയറി വരായിരുന്നില്ലേ? അച്ഛാ, അസമയത്ത് അടുക്കളയിലൂടെ കേടി വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുള്ള സാമാന്യം ഞാൻ ഞങ്ങൾക്കുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ടും എന്റെ വായും മനസ്സും അറിയാത്ത കാര്യമാണ്. അച്ഛനെങ്കിലും ഒന്ന് പറ. വെറുതെ കോളനിക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ശിവരാമകൃഷ്ണൻ പോയെ. പപ്പി യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ ഇങ്ങനെ വരുമ്പോ ഇവിടെ തിരിഞ്ഞു നിൽക്കായിരുന്നു. ഇവിടെ ബാക്ക് കണ്ടപ്പോ നിക്ക് പറ്റില്ല സാറേ. ഫീസും വണ്ടി വാടകയുമായി 4 മാസത്തെ കാശ് തരാനുണ്ട്. അത് തന്നാലേ ഇനി കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതെ, ലക്ഷങ്ങളൊന്നുമില്ലല്ലോ. 4 മാസത്തെ കുടിശ്ശികയല്ലേ ഉള്ളൂ. ഞാൻ ഈ നാട് വിട്ട് എങ്ങും പോകുന്നില്ല. എല്ലാം കൂടെ ചേർത്ത് അടുത്ത മാസം തന്നോളാം.
ഇങ്ങനെ അവധി കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എടോ കുറച്ച് സാവകാശം കൊടുക്കടോ, കുട്ടികളുടെ കാര്യമല്ലേ. സാറിന് അങ്ങനെ പറയാം, മാഡത്തിന്റെ ഒന്ന് തെറിയേക്കുന്ന ഞാനാ. ഇപ്പൊ തൃപ്തിയല്ലോ. ആ ഫീസ് അടക്കാൻ ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ. എന്റെ മോളുടെ ഭാവി നിങ്ങൾ തോലയ്ക്കും. കോളനിക്കാരുടെ മുമ്പിൽ എന്റെ മോളിപ്പോ കൊച്ചായി. അല്ലെങ്കിൽ ഇവള് കൊച്ചു തന്നെയല്ലേ തങ്കം. മൂന്നേട്ടനെല്ലാം തമാശയാ. തങ്കത്തിന്റെ മോളെ സ്കൂൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. തുടങ്ങിയപ്പോ പരദൂഷണം. അതാണോ നിന്റെ പ്രശ്നം? എടീ, വീട്ടിൽ ഒരാൾക്ക് പനി വന്നാൽ തകിടം അറിയുന്നതാണ് മുകുന്ദന്റെ കുടുംബ ബഡ്ജറ്റ് എന്ന് ഈ കോളനിയിൽ എല്ലാവർക്കും അറിയാം. എന്റെ താലി പണയപ്പെടുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല, ആ കാശ് നാളെ തന്നെ അവന്റെ മുഖത്തറിഞ്ഞു കൊടുക്കണം. വേണ്ട, എല്ലാം നല്ലതിനാന്ന് കരുതിയാ മതി. ഇനി മമ്മീസ് ടേക്കറിന്റെ ആ തൂക്കടാ വണ്ടി ഈ കോളനി കാണില്ല. അതുപോലെ ഇതാണ് ഫോർമുല. ആദ്യം ഒരു കുഞ്ഞിനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കുഞ്ഞിനെ ഇപ്പൊ നീ ഉണ്ടാക്കണം. അത് ഞാൻ ഏതെങ്കിലും ഒരു അമ്മയുടെ കയ്യോ കാലോ പിടിച്ച് ഒരു കുഞ്ഞിനെ ഞാനും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് 2 കുട്ടികൾ. അതെ. ഇനി വീണ്ടും ഓരോ കുട്ടികളെ വീതം നമ്മൾ ഉണ്ടാക്കണം. ഹൗസ് നമ്പർ 48 ചന്ദ്രമതി ചേച്ചിയെ പിടിച്ച് ഞാനും ഉണ്ടാക്കും ഒരു കുട്ടിയെ. ചന്ദ്രമതി ചേച്ചിയുടെ അനിയത്തെ പിടിച്ച് ഞാനും ഉണ്ടാക്കും ഒരു കുട്ടിയെ. ഇതിന് ഇവന്മാര് മുകളിൽ കുട്ടികളുണ്ടായി കളിക്കണം. കേട്ടവന്മാരെ ഞാൻ സമ്മതിക്കൂല. അത് നാച്ചുറലി ഭർത്താക്കന്മാർ എതിർക്കും. ഭർത്താക്കന്മാരെ അനുവാദം മേടിച്ചിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഭാര്യമാരെ കയ്യിലെടുക്കും. നമ്മൾ രണ്ടുപേരും കൂടെ ഒത്തുപിടിച്ചാൽ നടക്കും. അത് ശരി. ഇതെന്താ കുടുംബാസൂത്രണക്കാരെ MLM മുടയോ? അതല്ലടാ, ഞങ്ങൾ ഈ കോളനിയിൽ ഒരു ഡേ കെയർ തുടങ്ങാൻ തീരുമാനിച്ചു. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു സൈഡ് ബിസിനസ്. ഇതാവുമ്പോ അധികം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. പിന്നെ കടം മേടിച്ചിട്ടാണെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ മെനക്കെടുന്ന രക്ഷകർത്താക്കളാണല്ലോ ഇന്ന് നമുക്കുള്ളത്. മാത്രമല്ല വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ. വിദ്യയോ? അതല്ല, ആരായാലും ധനം മുടക്കാൻ അങ്ങനെ ഒരു വിദ്യ ചേച്ചി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യം സക്സസ്. ആദ്യം ഡേ കെയർ, പിന്നെ LKG, UKG, അങ്ങനെ വളർന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, അങ്ങനെ നമ്മൾ പ്രസ്ഥാനമായി മാറി. LKGയുടെ ക്യൂവിൽ നിന്നാൽ PhDയും കൊണ്ടേ ഇറങ്ങി വരാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ. അവരാണ് നമ്മുടെ മുതൽക്കൂട്ട്. വൈകിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായി മുകുന്ന. ശിവരാമകൃഷ്ണ, ഇതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. ആ മമ്മീസ് ഡേ കെയർ ഇതോടെ പൂട്ടി കുത്തോടെ എടുക്കണം. അത് കൊള്ളാം. ലോകത്താദ്യമായി അച്ഛന്മാർ നടത്തുന്ന ഡേ കെയർ. ഡാഡീസ് ഡേ കെയർ. നമ്മുടെ കോളനിയിൽ ഏതായാലും ഒരു ഡേ കെയർ തുടങ്ങിയത് സൗകര്യമായി. അതെ അതെ. എന്തായാലും മക്കളില്ലാത്ത ശിവരാമകൃഷ്ണന് സങ്കടം വേണ്ട. ഒരു പൂ ചോദിച്ചതിന് കിട്ടിയത് കണ്ടില്ലേ, ഒരു പൂന്തോട്ടം. എന്താ ഇത്, മോശമല്ലേ? മോള് കൈയെടുത്തേ. നല്ല സ്വഭാവം. അത് അവിടെ തന്നെ ഇരുന്നോട്ട്, അതാ സേഫ്. എന്നാടാവേ, എന്നെ കള്ളിയങ്കാട്ടിലൂടെ വെയിറ്റ് ചെയ്യണമെന്നോ? ഞാൻ വന്നിട്ട് അവളെ തളയ്ക്കാം. വളയ്ക്കാവുന്നില്ലടാവേ, തളയ്ക്കാവുന്ന. ശരി, വാ മോനെ. വാ മോളെ, അച്ഛനെ നാറ്റിച്ചേ അടങ്ങുള്ളല്ലേ. അതെ, ഷൂട്ടിംഗ് ഉള്ളതാ. പെട്ടെന്നൊന്ന് പേരെഴുതി ചേർത്താൽ വളരെ ഉപകാരമായിരുന്നു. ഇതെന്താ ഈ വേഷത്തിൽ? അച്ഛനെ പോലെ മോനും സീരിയൽ അഭിനയുണ്ടോ? അയ്യോ അല്ല, സ്പൈഡർ മോനാ. ഇതിട്ടാ രാത്രി ഉറക്കം പോലും. പിന്നെ ഒന്ന് സൂക്ഷിക്കണം, ആള് ചെറിയൊരു മരം കയറി. അച്ഛന്റെ അല്ലേ മോൻ? ബൈപ്പാസ് കഴിഞ്ഞു കിടന്ന എന്റെ അച്ഛനെ ഒറ്റ ചാട്ടത്തിനായി ശരിയാക്കിയത്. ഡാഡീസ് ഡേ കെയർ കൊള്ളാം, നല്ല പേര്. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് ചോദിച്ചേ? എന്താണ് സാർ? നിങ്ങളുടെ ഈ ഡേ കെയറില് ഞങ്ങളുടെ ടിന്റു മോനെ ചേർക്കാൻ തീരുമാനിച്ചു. അതെ, ഞങ്ങളുടെ മോനായിട്ട് പറയല, ആള് ഭയങ്കര സ്മാർട്ടാണ്. ഇതിനു മുമ്പ് 3 ഡേ കെയർ സെന്ററിൽ ഞങ്ങൾ ടിന്റു മോനെ ചേർത്തതാ. പക്ഷെ ഇവന്റെ ബുദ്ധിയുടെ സ്മാർട്ട്നെസിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ TC തന്നു. അല്ല, ഞങ്ങൾ TC വാങ്ങി. കണ്ടാലറിയാം അച്ഛനെ പോലെ മിടുക്കനാണെന്ന്, അല്ലേ? കറക്റ്റ്. എന്തൊരു ഫുട്ബോൾ പ്രേമിയാണെന്ന് അറിയാമോ? ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കുഴപ്പമല്ല, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതെ സാർ, ഈ പ്രായത്തിൽ ഇവനൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ഭാവിയിൽ ഇവനൊരു സച്ചിൻ തെണ്ടുൽക്കർ ആവും. മണ്ടത്തിനും പറയാടാവേ, സച്ചി ഹോക്കിയല്ലേ കളിക്കുന്നത്? അതെ, ഫാദർ പറഞ്ഞതാ ശരി. ഫാദറിനെ ഞാൻ എവിടെയോ വെച്ച്
താനോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മുന്നിൽ വരരുതെന്ന്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിലാണ് സാർ. ആ വക വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മാറിക്കണം അങ്ങോട്ട്. അങ്ങോട്ട് മാറിക്കണം. മോന് ഫുട്ബോളിൽ ആരാവാനാ ഇഷ്ടം, ഗോളിയോ അതോ പ്ലെയറോ? കോർണർ കിക്കർ. കോർണർ കിക്കർ. കോർണർ കിക്കർ മിടുക്കൻ. ദാ ഇവിടെ ഒരു ഫുട്ബോൾ ഉണ്ടെന്ന് കരുതുക. എന്നിട്ട് മോൻ അവിടെ ചെന്ന് നിന്നിട്ട് ഒരു കോർണർ കിക്കർ അടിച്ചേ. ശരി, അമ്മ എന്ന് പിടിച്ചേ. ഇത് കോർണർ കിക്കല്ല, സെൻട്രൽ കിക്കായി പോയി. എന്റെ കിക്കെല്ലാം പോയി. എങ്ങനെയുണ്ട് അച്ഛാ? ഗംഭീരം, മിടുക്കൻ, അച്ഛന്റെ മോൻ തന്നെ. നല്ല കിക്ക്. മോനിത് ടിവിന്ന് പഠിച്ചാ? അല്ല, അമ്മ അച്ഛനെ കാൽമടക്കി അടിക്കുന്ന കണ്ടു പഠിച്ചതാ. കുഞ്ഞുമോനെ ഭയങ്കര ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ്, ഹ്യൂമർ സെൻസ്. ഇതിന് ഹ്യൂമർ സെൻസ് എന്നല്ല പറയുന്നത്, നോൺസെൻസാ പറയണ്ടേ. കൊച്ചാണെങ്കിലും നല്ല ഊല്ല. ശിവരാമകൃഷ്ണന്റെ പേരിലായിരുന്നു പുഷ്പാഞ്ജലി അല്ലേ? ആ, ദൈവങ്ങളുടെ കടാക്ഷം കൊണ്ടെങ്കിലും ഒന്ന് നന്നാവട്ടെ. പക്ഷെ എങ്ങനെ നേരെയാവാനാ? തുടങ്ങിയിരിക്കല്ലേ പുതിയൊരു ഐറ്റം, ഡാഡീസ് ഡേ കെയർ. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ. നമ്മള് ഭാര്യമാർക്കിട്ടുള്ളൊരു കൊഞ്ഞനം കുത്ത. ലക്ഷണം കണ്ടിട്ട് ഇത് പച്ചപിടിക്കുന്നാ തോന്നുന്നേ. മുകുന്ദേട്ട ഫോണിൽ സംസാരിക്കണ കേട്ടു. നാളെ മുതൽ ഒരു ആയ വരുന്നുണ്ടത്ര. ആയോ? കുട്ടികളെ നോക്കാനേ. സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞവളാണെന്ന് തോന്നുന്നു. വരുന്നവൾ ഏത് ഗണത്തിൽപ്പെട്ടവളാണോ? മുകുന്ദേട്ടന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പത്മിനിയുടെ ഭർത്താവ് പെണ്ണും തുണയില്ലാതെ കഴിയുന്ന ആളാ. അതാ എനിക്ക് പേടി. എനിക്കില്ലാത്ത പേടി നിനക്കെന്തിനാ? അല്ല, കണ്ണീന്നകുന്ന മനസ്സിന്നകുന്ന സൂക്ഷിക്കണം. കരയില് ഇപ്പൊ പാല് തരാം. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിനാ. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, ബേബി കുഞ്ഞെന്ന പേര് എല്ലാരും വാത്സല്യത്തോടെ കുഞ്ഞു ബേബിന്ന് വിളിക്കും. നവംബർ 14 ശിശുദിനത്തിലാ ജനനം. അതുകൊണ്ട് ശരിക്കും എനിക്ക് കുഞ്ഞിന്റെ മനസ്സാ. കാണണോ? വേണ്ട. ഇവിടുത്തെ ഡേ കെയർ എവിടെയാ? അപ്പൊ ഇതാണ് ആ മുതല്. സ്പെഷ്യൽ ട്രെയിനിങ്. ഞാൻ വരുന്നത് ഇവിടെ അത്രയ്ക്ക് പബ്ലിസിറ്റി ആയോ? വെൽക്കം. എത്ര പെറ്റു? എന്താ പേരെടുപ്പുണ്ടോ? അയ്യോ ഇച്ചിച്ചി, അങ്ങനെ പറയാൻ പാടില്ല. എത്ര പെറ്റാലും നിങ്ങളുടെ കുട്ടികൾ ഈ കൈകളിൽ സുരക്ഷിതരാ. സ്നേഹിക്കാൻ ഒരു ഹൃദയവും ലാളിക്കാൻ 2 കൈകളും. അത് മാത്രമാണ് എന്റെ സമ്പാദ്യം. എവിടെയാ ഡേ കെയർ? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാ മതി. ശരി ആന്റി, ടാറ്റാ. ആന്റി നിന്റെ കുഞ്ഞമ്മേന്നായിരിക്കും. എത്രയോ കേട്ടു മടുത്തു ഞാൻ. സാരമില്ല ആന്റി. കൊള്ളാം, നല്ല ഡേ കെയർ. അമ്മേ അനുഗ്രഹിക്കണമേ. തുടക്കം കൊള്ളാം. കട്ടയ്ക്ക് കട്ട. നല്ല സംസ്കാരം. ഇത് തന്തയ്ക്ക് പിറന്നതല്ല, ക്ലോണിങ്ങിലുണ്ടായ വിത്ത. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഇതൊക്കെ പറന്നു വരുന്നത്. ചവിട്ടി കൂട്ടി തലയിലിട്ട് തേച്ചളയും ഞാൻ. തല തെറിച്ചവന് എന്റെ പെടലി പോയി. ഇവനെന്താ കാള കൂട്ടുന്നു? എന്റെ പൊന്നുമോനിങ് വാ, അങ്കിൾ എടുത്തോളാം.
എന്റെ കുടുംബാസൂത്രണം കഴിഞ്ഞു. അരി വാങ്ങിയില്ല, ബക്കറ്റ് കിട്ടിയില്ല, ആശുപത്രി കിടക്കയിൽ കിടന്നുമില്ല. എന്നാലും കല്യാണത്തിന് മുമ്പേ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊരു സംശയം. എന്റെ ഫാമിലി പ്ലാനിങ്ങിനെ ഒരു ചവിട്ട് കിട്ടിയത് സിഐയുടെ മോനായി പോയി. അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ കിടന്നാൻ അറിയാണ്ടോ? അതെ, കുട്ടികൾ കുറച്ച് വികൃതികളാ. എന്റെ പൊന്നെ, ഇത് കുട്ടികളല്ല, കുട്ടിച്ചാത്തന്മാരാ. അതെ, ഇവർക്ക് അല്പം കുസൃതരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരെ നോക്കാൻ സ്പെഷ്യൽ ട്രെയിനിയായ ബേബി കുഞ്ഞിനെ കുഞ്ഞു ബേബി. ഓക്കെ കുഞ്ഞു ബേബിയെ പറഞ്ഞ ശമ്പളത്തിന് ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചത്. സാരമില്ല, ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം. ഞാൻ വരുന്ന വിവരം ഇവര് മുൻകൂട്ടി അറിഞ്ഞു അല്ലേ? കുരിശ് കണ്ട പിശാചുക്കൾ ഇറങ്ങുമല്ലോ, ഒരു പേടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് പ്ലാൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു. താങ്ക്സ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. സാമ്പത്തിക പ്രശ്നത്തിന് ഒരു കച്ചിത്തുരുമ്പായി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ദയവേത് കുഞ്ഞു ബേബി ഞങ്ങളോട് നന്നായിട്ടൊന്ന് സഹകരിക്കണം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനം, ഓരോ ദിവസവും കുട്ടികൾ കൊണ്ടുവരേണ്ട ഭക്ഷണത്തിന്റെ മെനു ഞാൻ തലേ ദിവസം രക്ഷിതാക്കളോട് പറയും. കാരണം ഒരേ ടൈപ്പ് ഭക്ഷണമാകുമ്പോ എനിക്കങ്ങ് മടുക്കും. പിന്നെ ഖരപദാർത്ഥങ്ങൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കത്തേയില്ല. ഈ പിള്ളേർക്കൊക്കെ ഒരു അപ്പിട്ട് കഴിഞ്ഞാൽ ഞാനല്ല കഴുകി തുടക്കേണ്ടത്. അതുകൊണ്ട് അത് കൊടുക്കില്ല. പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലും ഞാൻ സ്പെഷ്യൽ അവധിയിലായിരിക്കും. അതെന്തിനാ? അന്ന് ബീവറേജസ് അവധിയാണല്ലോ. ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്. അതിലൊന്നും നിങ്ങൾ കയറി ഇടപെടരുത്. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ, ചിൽഡ്രൻസ് വെൽഫെയറില്ല. എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ. എന്തായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കുഞ്ഞു ബേബിയെ ഏൽപ്പിക്കുന്നത്. ഈ കോളനിയിലും പരിസരത്തുമുള്ള കുട്ടികളെല്ലാം വികൃതികളാണെങ്കിലും ക്ഷമയോടെ ഒരു കുറവുമില്ലാതെ ഇവരെ നോക്കണം. നവംബർ 14 ശിശുദിനത്തിൽ പിറന്നവനാണ് ഈ ഞാൻ. കുട്ടികൾ എനിക്ക് വീക്ക്നെസ് ആണ്. നോക്കിക്കോ, ഒരു നിമിഷം കൊണ്ട് ഇവറ്റകളെയൊക്കെ കംപ്ലീറ്റ് ഞാൻ കയ്യിലെടുക്കും. പിന്നെ കുട്ടികളെ മാത്രമല്ല, ഈ കോളനിക്കാരെ മുഴുവനും. എന്തേ, കാണോ? ആ കാളമണ്ടം കൂടെ എടുത്തിട്ട് ആ കവറും. അതെ തന്നെ. അനിയോ, ഇങ്ങനെ ആരാന്റെ വേസ്റ്റുമാര് ജീവിച്ചാ മതിയോ? പിന്നെന്താ വേണ്ടേ? ഇന്ന് ഗാന്ധി ജയന്തിയാണ്, ബിവറേജസ് അവധി, സാധനം ദേ റെഡി. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇതെന്താ മൊബൈൽ ബാറോ? ഇത് ഷോറൂം. ഗോഡൌൺ വേറെ ഉണ്ട്. ISI മുദ്രയുള്ള നാട സാധനം ഉണ്ട്. എടുക്കട്ടെ? വേണ്ട, താനൊന്ന് പോയാ മതി. ഈ നാറ്റം സഹിച്ചത് വേസ്റ്റായി. പോടാ. വരുന്നുണ്ടല്ലോ. വർക്കൗട്ട് ആവും. ആരുമില്ല, ഒന്ന് ട്രൈ ചെയ്താലോ? கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச் சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச் சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். കണ്ടു കണ്ണിലല്ല, കേട്ടു കാതിലല്ല, കൊണ്ടു ഹൃദയത്തിൽ. ഇത്ര പെട്ടെന്ന്? ഈശ്വര, എനിക്കെന്താ പറ്റിയത്? എന്താണ് അവിടെ? എന്റെ ഭാവി അമ്മായിയച്ഛൻ. മോള് ഈ വിത്തിൽ മുളച്ചതാണെന്ന് പറയത്തേയില്ല. അല്ല, ഞാനീ കോളയല്ല, കോളനിക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാ. ഇന്ന് ഗാന്ധി ജയന്തിയല്ലേ, പോരാത്തതിന് സൺഡേ ഹോളിഡേ. ഈ കൊതുക് പോലും പോട്ടറടിച്ച് ഉറങ്ങുന്ന ദിവസമല്ലേ ഇന്ന്. അതിന് ബീവറേജ് അവധിയല്ലയോ? ഏയ്, സാധനം റെഡി. കയ്യിലുണ്ടോ? അരയിലുണ്ട്. അതെ, അവളെ കണ്ടാ കുഴപ്പമാ. പിന്നെ ഒരു തുള്ളി എനിക്ക് കിട്ടത്തില്ല, പിന്നെ കാശില്ല. പകരം ഒരു സാധനം തരാം. പവർ എക്സ്ട്രാ. ഞാനേ ഇതിന്റെ കമ്മീഷൻ ഏജന്റാ. അപ്പൊ സർക്കാർ ഉദ്യോഗത്തിന് പുറമെ കമ്മീഷൻ പണിയും കൂടെ ഉണ്ട്. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്സാ. മോളിലൊന്നും ആരുമില്ല, അങ്ങ് തന്നേക്ക്. മോളിലാരുമില്ല. അതെ, മോളിന്നാണോ പേര്? അല്ല,
ഗൗരീന്ന. ശുഭലക്ഷണം, സാധനം ഉപകാരപ്പെടും. ഗൗരി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് ഈ PSC ടെസ്റ്റ് എഴുതിയിട്ട് റിസൾട്ടിന് കാത്തിരിക്കുക. ഓ, അപ്പൊ ജയിലുറപ്പ്. ഞാനും ഇന്നൊരു PSC ടെസ്റ്റിന് പോവുക. ഈ പ്രായത്തിലോ? എന്റെ PSC എന്ന് വെച്ചാ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. ഡോക്ടറെ കാണാൻ പോവുക. ഈ മെഷീൻ ഇതുവരെ പോയില്ലേ? ഭാര്യയാ. ചുമ്മാതല്ല ചേട്ടൻ എക്സ്ട്രാ പവറിന്റെ ഹൈ കമ്മീഷണർ ആയത്. മതി 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 മതി, വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ബാ 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 ബാ. അതെ, രാവിലെ മുതൽ ഞാൻ നന്നായിട്ട് ഓടി. കുടിക്കാൻ വെള്ളമുണ്ടോ? ഭയങ്കര ദാഹം. ഒന്ന് മാറിക്കേ. ഈ ആണുങ്ങളില്ലാത്ത വീടെത്തുമ്പോ എല്ലാവർക്കും ഭയങ്കര ദാഹം. ശിവരാമകൃഷ്ണൻ സാറ് വരുന്നതിന് മുമ്പ് കലാപരിപാടിയെല്ലാം നിർത്തണം. നീ എന്നാ കഴിക്കാത്ത? എനിക്ക് വേണ്ടെന്നേ. കഴിക്ക. ഓ, ഇനി ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അയ്യേ, ഇതെന്താ ഒരു അടപ്പില്? ഈ മന്ത്രിമാരും VIP കളൊക്കെ പോകുമ്പോ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, ഈ പൈലറ്റ് വണ്ടിയുടെ. ഞാനിപ്പോ കഴിച്ചത് പൈലറ്റ് വണ്ടിയാ. ഇനിയാണ് ഒറിജിനൽ അരി. ഒരു ലൈബോയ് സോപ്പിന്റെ ചെറിയ രുചിയില്ലേ? ഉണ്ട്. ഞാൻ ലൈബോയ് സോപ്പ് ഇട്ടാ കുളിക്കുന്നത്. അതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഈ കോളനിയിലെ സാറന്മാരെല്ലാം വലിയ വലിയ മാളികയിൽ താമസിക്കുമ്പോ ഇവിടത്തെ പമ്പ് ഓപ്പറേറ്ററായി എനിക്ക് തന്നിരിക്കുന്ന വെറും ഒരു ഷെഡാ. ഞാൻ കുളിക്കുന്നുണ്ടോ പെടുക്കുന്നുണ്ടോ എന്നാരും തിരക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ കോളനിയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന ആ ടാങ്കിലാണ് ഞാൻ കുളിക്കുന്നത്. ഒരു ദിവസം ഈ കോളനിക്കാർക്ക് നല്ല വെള്ളം കൊടുത്തൂടെ? ഒരു ദിവസം 3 ദിവസം ഞാൻ കുളിക്കാതെ ഇരുന്നിട്ട് 3 ദിവസം നല്ല വെള്ളം കൊടുത്തപ്പോ ഇവിടെയുള്ള സാറന്മാര് പറയാ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ടാങ്കിൽ തന്നെ ആക്കി കുളി. ഞാനൊരു സൽക്കർമ്മി അല്ലേടാ. അതെ, നീ ഇപ്പൊ ഒരാഴ്ചയായാലും വന്നിട്ട് കുറച്ച് കഴിയുമ്പോ നിനക്കും ഇതൊരു ശീലമായിക്കോളൂ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. വലിയ ആഴമുള്ളതാണോ ടാങ്ക്? ഭയങ്കര ടാങ്ക. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിലൊന്ന് നീന്തി കുളിച്ചാ കൊള്ളാന്നുണ്ട്. നാളെ രാവിലെ ഒരു 5 മണിക്ക് റെഡി ആയിരിക്കും. നമുക്കതിനകത്ത് നീന്തി പതപ്പിക്കാം, തൊട്ടേപ്പിടുത്തം കളിക്കാം, തൊട്ടേപ്പിടുത്തം. പക്ഷെ സോപ്പ് മാറരുത്. സോപ്പ് മാറിയാലേ രുചി വ്യത്യാസം വരും. ഹലോ, അതെ ഞാനാ. ആ, സാധനം റെഡി. ചരക്ക് എവിടെ എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് റെഡിയാവ്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇറങ്ങണം. ജെട്ടിയൂർ ഒന്ന് പോണം. ജെട്ടിയൂരല്ല, ബോട്ട് ജെട്ടിയൂർ ഒന്ന് പോണമെന്ന്. പെട്ടെന്ന് എഴുന്നേക്ക്, അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാ. ഇതെങ്ങാനും ശിവരാമകൃഷ്ണൻ സാറ് കണ്ടോണ്ടല്ലോ എന്റെ പണി പോയത് തന്നെ. എടുത്തു വെച്ചു. സാധനം ഒന്നും എടുക്കണ്ട, എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. എടാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് തുള്ളിച്ചാൽ എത്ര പെഗ് അടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയിക്കാൻ ഈ CI വെളിച്ചപ്പാടിന് കഴിയും. ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഫ്രൈഡേ ആയതുകൊണ്ട് നാവൊന്ന് നനക്കാൻ പല കിളിവാതിലും മുട്ടി നോക്കി. പക്ഷെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല സാർ. സാറിന് സ്പോർട്സ് കോട്ടയിലാണോ ജോലി കിട്ടിയത്? എടാ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. മുഴുക്കുടിയനായിരുന്നു എന്റെ അച്ഛൻ. അത് കണ്ടാ ഞാൻ വളർന്നത്. ഒരു ചുവടുവയ്പ് മതി, എനിക്ക് കള്ളനെയും കള്ളുടിയനെയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് സാർ എന്നെ തിരിച്ചറിയില്ല. അങ്ങനെ എടാ കുഞ്ഞു ബേബി നോക്കി, ആ വെളിച്ചപ്പാടം സീരിയൽ തന്നെ തുള്ളിക്കണ കണ്ട. നമ്മളിന്ന് ഉറപ്പായിട്ട് തുള്ളിക്കും. ഐഡിയ ഉണ്ട്. എന്ത്? ഇന്ന് ഇങ്ങേരുടെ അവസാനത്തെ തുള്ളിക്കലായിരിക്കും. ബാക്കി ഞാൻ ഏറ്റു. ഇന്ന് ഇങ്ങേർക്കൊരു പണി കൊടുക്കാൻ പോവാ. എന്ത് പണി? അണ്ണൻ കൈ അങ്ങോട്ട് കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോ. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം. ഫിറ്റാന്ന് അറിയിക്കരുത്. അടുത്ത ആളെ കിട്ടി. വണ്ടി ഇങ്ങോട്ട് മാറ്റിയെടുത്ത, ഇങ്ങോട്ട് മാറ്റിയെടുത്ത. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, ഹെൽമെറ്റ് ഇല്ലാതെ 2 വീലർ ഓടിക്കുന്ന കുറ്റകരമാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സാർ. അപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണോ ഈ തെമ്മാടിത്തരം കാണിച്ചത്? എന്താണ് സാർ തെമ്മാടിത്തരം? ഹെൽമെറ്റ് എവിടെടാ? ഇതായിരിക്കുന്നു സാർ. അതല്ല, ഇത് ഹെൽമെറ്റ് ആണ് സാർ. അതല്ല, നിന്റെ ഹെൽമെറ്റ് എവിടെടാ? സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലല്ലോ? ഇല്ല. ഞാൻ പുറകിലാണ് സാർ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്നവർക്കല്ലേ ഹെൽമെറ്റ് നിർബന്ധമുള്ളൂ. അതെ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. അതല്ല ചോദിച്ചത് സാർ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ് സാർ, ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കല്ലേ ഹെൽമെറ്റ്? ഇതാ ഉണ്ട് സാർ. അല്ല, സാർ പറയുന്നത് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. അതെ. ഞാൻ ബാക്കിലാണ് ഇരുന്നത്, എനിക്ക് വേണ്ടല്ലോ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ് സാർ, ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. പക്ഷേ സാർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. സാർ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞത് 2 അല്ല 1. സാർ ഹെൽമെറ്റ്
കണ്ണ്. എടാ കൂടുതൽ വിളച്ചില് വേണ്ട, ഒരു കാര്യം ചെയ്യ്, നീ തുള്ള്. ശരി സാർ. തുള്ളടാ. എന്താടാ സൈക്കിളിൽ കാറ്റടിക്കുന്നോ? അല്ല സാർ, കാലിൽ ആണി രോഗമുണ്ട്. നിന്റെ ആണി രോഗം ഞാൻ മാറ്റിത്തരാം. നേരെ തുള്ളടാ. സാർ സത്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ ആവേശം മൂത്ത് തുള്ളി കഴിഞ്ഞാൽ എന്റെ 3 എണ്ണം താഴെ പോകും സാർ. അത് ശരി, 3 ക്വാർട്ടറും വെച്ചാണ് യാത്രയല്ലേ? ശരിയാക്കി തരാം. അപ്പോ 2 കേസാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. രണ്ടും വീലാണ്. എന്താ സാർ പറഞ്ഞു? മനസ്സിലായില്ലേ? രണ്ടും വീലാണെന്ന്. സാർ നീ ഇത് മാറ്റി പറയരുത്. മാറ്റി പറയില്ല. നമ്മൾ രണ്ടും വീല്. അതെ ശരി. അതോടൊപ്പം 2 വീലറിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, ആ കുറ്റം. സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2 വീലറിനല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച പ്രശ്നമുള്ളൂ? അതെ. 4 വീലറിന് പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഇനി ചോദിക്കട്ടെ, ഇതെന്താണ് സാർ? 2 വീലർ ആണല്ലോ. നമ്മൾ 2 വീലാന്ന് സാർ നേരത്തെ പറഞ്ഞു. അപ്പൊ സാർ 2 വീൽ പ്ലസ് ഈ 2 വീൽ ടോട്ടൽ 4 വീൽ. 4 വീലറിന് ഹെൽമെറ്റ് നിർബന്ധമില്ലാന്ന് സാർ പറഞ്ഞു. സാർ പറഞ്ഞു നിർബന്ധമില്ലാന്ന് പറഞ്ഞു. ഇതാണ് വെള്ളം അടിച്ചവന്റെ തൊലിച്ച് ന്യായങ്ങൾ. 250 രൂപ സാർ തരണം.